ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ തൻ്റെ മുറിയിൽ തൂക്കിയിട്ടിരുന്ന യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ചിത്രത്തിൽ നോക്കിയിരിക്കുകയായിരുന്നു. ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിലെ രൂപങ്ങൾക്ക് ജീവൻ ലഭിക്കുന്നതായും അവരിൽ നിന്ന് പുറപ്പെട്ട പ്രകാശകിരണങ്ങൾ തൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതായും അദ്ദേഹത്തിന് തോന്നി. ഈ അനുഭവം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ സ്വാധീനങ്ങളെ താൽക്കാലികമായി മായ്ക്കുകയും പകരം ക്രിസ്തുവിനോടും ക്രിസ്തു മതത്തോടും വലിയ ആദരവും വിശ്വാസവും നിറയ്ക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അദ്ദേഹം 3 ദിവസത്തോളം പൂർണ്ണമായും ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകി. ആ ദിവസങ്ങളിൽ അദ്ദേഹം ക്ഷേത്രത്തിൽ പോകാതിരിക്കുകയും പള്ളിയിൽ ആരാധന നടത്തുന്ന ക്രൈസ്തവ പുരോഹിതന്മാരുടെ ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറയുകയും ചെയ്തു. 4-ാം ദിവസം ഉച്ചതിരിഞ്ഞ് ദക്ഷിണേശ്വരത്തെ പഞ്ചവടിയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് ക്രിസ്തു ദർശനമുണ്ടാവുകയും അദ്ദേഹം ക്രിസ്തുവിനെ ആലിംഗനം ചെയ്യുകയും ദൈവിക ചൈതന്യത്തെ നിറയുകയും ചെയ്തു. ഈ അനുഭവത്തിലൂടെ ക്രിസ്തു മതവും ദൈവസാക്ഷാത്കാരത്തിനുള്ള ഒരു യഥാർത്ഥ പാതയാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞു. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഒരു അവതാരമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഇന്നും ഏറ്റവും മനോഹരമായ ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടക്കുന്ന ഒരിടം രാമകൃഷ്ണ ആശ്രമങ്ങളാണ്. ക്രിസ്തുവിനെ കണ്ടെത്തുന്നവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണിവ. നാം എല്ലാം ക്രിസ്തുമസ് സന്തോഷപൂർവ്വം ആഘോഷിക്കുന്നവരാണ്. ദൈവാലയത്തിലും പുൽക്കൂട്ടിലുമൊക്കെ ക്രിസ്തുവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നവരുമാണ്. പക്ഷേ പുൽക്കൂടുകളിലല്ല, നമ്മുടെ ഉള്ളിലാണ് ക്രിസ്തു ജനിക്കേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കണ്ടെത്തുന്ന ക്രിസ്തുവിനെ ജീവിതത്തിൽ പകർന്നാടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ ആഘോഷങ്ങൾക്കൊക്കെ എന്ത് പ്രസക്തി? ക്രിസ്തുമസ് പൂർണ്ണമാകണമെങ്കിൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കണം. ആ ക്രിസ്തുവിനെ അനുകരിച്ച് ജീവിക്കണം. ക്രിസ്തുമസ് എന്നത് ഒരു ആഘോഷത്തിന്റെ ദിവസമല്ല, മറിച്ച് അതൊരു ജീവിതചര്യയാണ്. ക്രിസ്തുവിനെ അനുകരിച്ച് ജീവിക്കുവാനും ആ ദൈവിക ചൈതന്യത്തിൽ ലയിക്കുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത്. ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ക്രിസ്തുമസ് കാലത്ത് നമുക്ക് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാം. ക്രിസ്തുവിനെ ജനിക്കുവാനുള്ള ഇടമാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റാം. ദൈവാലയത്തെ കണ്ടെത്തപ്പെടുന്ന ക്രിസ്തുവിനെ ആലിംഗനം ചെയ്ത് ദൈവിക ചൈതന്യത്തിൽ ലയിച്ച് ക്രിസ്തുവിൻ്റെ ഭാവം ഒരു ജീവിത ശൈലിയാക്കി മാറ്റാം. അപ്പോഴാണ് ക്രിസ്തുമസ് പൂർണ്ണമാകുന്നത്. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇടയന്മാരും ശാസ്ത്രികളും കാണിക്കകളർപ്പിച്ചു. രാജാധീശർക്കെന്ന വിധം ഹല്ലേലൂയ.